നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. പ്രവചനാതീതമാണ്, മുൻവിധിക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. ചരിത്രം നോക്കിയാൽ കോൺഗ്രസിനൊപ്പം നിന്ന കഴക്കൂട്ടം മണ്ഡലം പെട്ടെന്നായിരുന്നു കടകംപള്ളിക്കൊപ്പം, അതായത് LDF-നൊപ്പം എത്തിയത്. 5 വർഷമായി LDF ആണ് ഇവിടെ ഭരണം. ഇനി ഈ തിരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും, ആര് നേടും, ആര് വാഴും, ആര് വീഴും ചോദ്യം ശക്തമാണ്. ശക്തമായൊരു ത്രികോണ പോരാട്ടം നടക്കാൻ പാകത്തിലുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ശരത്ചന്ദ്ര പ്രസാദും, LDF-ന് വേണ്ടി കടകംപള്ളി സുരേന്ദ്രനും, BJP-ക്ക് വേണ്ടി V മുരളീധരനുമാണ് അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാര് അവരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? അവർ ഈ തിരഞ്ഞെടുപ്പ് ഒരുക്കം, അവർ ആർക്കൊപ്പം നിൽക്കും, എന്താണ് അവരുടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരോട് ചോദിക്കാം. അപ്പോ കഴക്കൂട്ടത്ത് തെരഞ്ഞെടുപ്പ് ഏതുവരെ എത്തി? കടകംപള്ളി സുരേന്ദ്രൻ തന്നെ. അത് ഉറപ്പാണ്. അപ്പൊ ഈ ശബരിമല വിഷയമൊക്കെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? അതൊന്നും ബാധിക്കില്ല. അതൊക്കെ ചുമ്മാ കള്ള പ്രചാരണങ്ങളാണ്. ചുമ്മാ അവര് ഇതിന്റെ യഥാർത്ഥ കണ്ണി ശിവമോഹന്റെ അനിയനാണ് ശബരിമല പ്രശ്നം. പിന്നെ കടകംപള്ളി അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അങ്ങേരെ പേരില് നമുക്ക് പാർട്ടിപരമായിട്ട് ഒരു അഭിപ്രായവും. നമുക്കറിയാം, ഇവിടെ വാഹിദ് MLA ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു LDF-ലേക്ക് ഇവിടുത്തെ ജനങ്ങൾ മാറിയത്. അപ്പൊ ഇത്തവണ അത് തുടരും, മറ്റ് ചാഞ്ചാട്ടമൊന്നും ഉണ്ടാകില്ല? നല്ല ഭൂരിപക്ഷത്തോട് കടകംപള്ളി ജയിക്കും. കാരണം അത്ര വികസനമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നമ്മളെ കഴക്കൂട്ടം മണ്ഡലം എന്നാലും ശരി, ആനാറ റോഡൊക്കെ കണ്ടില്ലേ, ബൈപ്പാസ് മാതിരി പണി നടക്കുകയാണ്. അതിന്റെ മുക്കാഭാഗവും പണി തീർന്നു. ഇനി കാൽഭാഗമേ ഉള്ളൂ. ഒമ്പാലട്ടം വരെ ഓരോ കോട്ട വരെ ചെയ്തിട്ടുണ്ട്. ഓരോ കോട്ട റോഡെല്ലാം ഫിനിഷായി. ഇനിയിപ്പം മറ്റേ ഇവിടെ ഊളംകുഴിന്ന് ഇങ്ങോട്ടുള്ള റോഡാണ് തീരാൻ കിടക്കണത്. അത് പെട്ടെന്ന് തീരും. അവർ കഴിഞ്ഞ മാസം 17-ാം തീയതി ഉദ്ഘാടനം വെച്ചിരുന്നതാണ്. LDF തന്നെ ജയിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, ആരെങ്കിലും ജയിക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വികസനമൊക്കെ? എങ്ങനെയുണ്ട്? വികസനം കുഴപ്പമില്ല, അങ്ങനെ നല്ല രീതിയിൽ പോയത്. പരാതിയൊന്നും ഇല്ല MLA? പരാതിയൊന്നുമില്ല. അപ്പോ കൂടുതൽ ഈ വികസനങ്ങൾ ആവശ്യമുണ്ട്. ഇനി വികസനം, പിന്നെ റോഡൊക്കെ ഒന്ന് പുരോഗമിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആരെ ജയിക്കുന്നു അവർ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഭരണമാറ്റം ഉണ്ടാകും. എന്തോ ഭരണമാറ്റം ഉണ്ടാകും? മാറ്റം വേണമല്ലോ. അതെ, വേണം. ബന്ധമില്ല. വോട്ട് ചെയ്യില്ല? വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ വികസനമൊക്കെ? എങ്ങനെയുണ്ട്? ഒന്നും അഭിപ്രായം പറയാലോ. നമ്മളെ കച്ചവടം രാവിലെ നമ്മളാണ് തിരഞ്ഞെടുപ്പിലൂടെ നമ്മളെ ഭരിക്കേണ്ടുന്നവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനുള്ള അവകാശം നമുക്കാണ്. അപ്പൊ എങ്ങനെ എത്തരത്തിലുള്ള ഭരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളിത് ജീവിച്ചു പോകും. നമ്മൾ വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. ആര് ഈ ഒരു മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം ആര് ഭരിക്കണം? മണ്ഡലത്തില് മുരളി സാർ വരണം. ഇപ്പൊ LDF-ന്റെ ഒരു കോട്ടയാണ്, അത് തകർക്കും. അതൊക്കെ മാറി. എന്തുകൊണ്ട് അദ്ദേഹം വരണം? പിന്നെ അഴിമതി കേസ്, സ്വർണ്ണ കേസ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ പുറത്തുവിടും. അപ്പൊ അതിനെ കൊണ്ട് ഒരു മാറ്റം വരണം എന്നെ ആഗ്രഹിക്കുന്നു. വികസനമൊക്കെ എങ്ങനെയുണ്ട് നിലവിലെ? കേന്ദ്ര ഗവൺമെന്റിലെ വികസനം അവരല്ലേ നടത്തണം. എന്നിട്ട് ഇവര് പറയണമെന്ന് പറഞ്ഞാൽ ഇവര് കള്ളത്തിനല്ലേ പറയണം. ഇവരാണ് ഇവിടെ വികസനം നടത്തണം. ഇവരല്ലല്ലോ, കേന്ദ്രത്തിൽ നിന്നാണല്ലോ വികസനം. ഇപ്പോ ഭക്തരെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യമുള്ള ഇടമാണ് ശബരിമല. അപ്പൊ അവിടുത്തെ ആ ഒരു കൊള്ളയൊക്കെ അത് സർക്കാരിൽ നിന്ന് ഒരുപാട് പേര് അകലുന്നതിന് കാരണമായി. അത് പ്രത്യേകം ജനങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസം. അപ്പൊ അലർച്ച വരും. അപ്പൊ ഇനിയിപ്പം BJP കഴക്കൂട്ടം മണ്ഡലം ഭരിക്കും. അപ്പോ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കഴക്കൂട്ടത്ത് നിന്ന് ഒരു BJP അക്കൗണ്ട് നിയമസഭയിൽ തുറന്നിരിക്കും. നിയമസഭ ഭരണം അത് കഴിഞ്ഞ 2-3 തവണയായിട്ട് മാറിയിരിക്കും. അത് ഇപ്പൊ എന്തിനാലും തുടക്കം കുറിക്കും. നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അറിയാം, BJP ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പ്രതികരിക്കും. അതിലൊരു മാറ്റമില്ല. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കും. 10 വർഷം കൊണ്ട് ഭരിക്കുകയില്ല. എല്ലാ പ്രശ്നങ്ങളും തകിടം മറിഞ്ഞ് കിടക്കുക. തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പം ശബരിമല വിഷയങ്ങളായാലും സ്വർണ്ണക്കൊള്ളയായാലും അതിലെ
ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആ പുള്ളിയാണ് ഇവിടെ നിൽക്കുന്നത്. വീണ്ടും നിൽക്കുകയാണ്. ഈ പ്രാവശ്യം എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പ്രാവശ്യം വി മുരളീധരൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ട് വിശ്വാസം. അദ്ദേഹം അതിനുള്ള രീതിയിൽ നല്ല വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ തന്നെ നമ്മളെ ഈ കണ്ണമ്മൂല റോഡ്, കണ്ണമ്മൂല തോട്ടുകരയുള്ള റോഡ്, ആ പുതിയൊരു പാലം, കടകംപള്ളി ഒന്ന് ഉദ്ഘാടനം ചെയ്ത പാലം, ആ പാലം എന്ന് പറഞ്ഞാൽ ശോചനീയ അവസ്ഥയിൽ കിടക്കും. ഒരു രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് അവരെ കടകംപള്ളിയിൽ നിന്ന് അപ്പുറത്ത് ആനയറ ലൈനിലോട്ട് പോകാൻ പറ്റുന്ന നമ്മളെ ഏറ്റവും വലിയ ഒരു വഴിയാണ് ആ പാലം. ആ പാലം പണിഞ്ഞിട്ട് എങ്ങനെ പോയിട്ടൊരു 5-6 കൊല്ലമായി. ആ പാലം അങ്ങനെ തന്നെ കിടക്കും. ഒരു രീതിയിൽ ആ നാട്ടുകാർക്ക് ഒരു വളരെയേറെ ബുദ്ധിമുട്ടും. ആ റോഡ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. കണ്ണമ്മൂലയിൽ നിന്ന് തോട്ടുപറമ്പ് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പോലും നമുക്ക് പറ്റൂല. അത്രയ്ക്ക് നെല്ലിക്കുഴി പോകുന്ന റോഡാണ്. ജീവിതം അത്രയ്ക്ക് അവിടെയുള്ള നാട്ടുകാർ വഴിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കൂല. ഉറപ്പായിട്ട് BJP കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം. അതാണ്. ചേട്ടൻ ഭക്തനാണോ? എന്ത് വ്യക്തനാണ്? ശബരിമല ആ വിഷയം വലിയ തീർച്ചയായിട്ടും ഞാൻ ജനിച്ചൊരു ഹിന്ദുവായിട്ടാണ്. ഞാൻ ഇപ്പോഴും ശബരിമല പോയേ ഉള്ളൂ കഴിഞ്ഞ മാസം. അപ്പം ശബരിമല ഈ കൊള്ളകളെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഭരണം കൊടുക്കുന്ന ഇപ്പം ദേവസ്വം ബോർഡ് മന്ത്രിയായ പോലും തൊഴപോലും ഇല്ല. നമ്മൾ ഹിന്ദുവായ നമ്മൾ തൊഴും. അപ്പൊ ഇവര് പള്ളിയിൽ പോയ ഇവരിൽ നിന്ന് തൊഴുകയും ചെയ്യും, തൊപ്പി വയ്ക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ വിശ്വാസത്തിനും നമ്മൾ പോണ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അവർക്ക് ഹിന്ദു ഭൂരിപക്ഷം അവരെ വോട്ട് നേടിയിട്ട് അവര് നമുക്കൊരു ഉപയോഗവും ഇല്ല. മറ്റുള്ളവർക്ക് ഉപയോഗം കൊടുക്കുന്നതനുസരിച്ച് എല്ലാവരും കൊടുക്കുക. അവർക്ക് ഉപയോഗമുള്ള സമയത്ത് നാട്ടുകാർക്ക് ഉപയോഗമില്ല. എല്ലാം സ്വന്തമായിട്ട് കൊണ്ടുപോകണം, അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. അപ്പം ഇവര് PSC ഏരിയ പോലും PSCക്ക് ജോലിയില്ല. എത്രയും കുട്ടികൾ ഇപ്പൊ പോലീസിൽ ജോലി കിട്ടിയിട്ട് ആ പിള്ളേർക്ക് ജോലി ഇല്ലാതെ ആ പിള്ളേരെ എല്ലാം ലാപ്സായി കിടക്കും. എല്ലാവരും ജോലിയിൽ PSC ഇല്ല, PSCക്ക് ഒന്നും വിളിക്കുന്നില്ല. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ശബരിമല മാത്രമല്ലല്ലോ, ബാക്കി എന്തെല്ലാം അഴിമതികളുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ആർക്കും PSC ജോലിയുണ്ട്. ഇപ്പൊ PSC ആർക്കും ജോലിയുണ്ട്. PSC നമ്മുടെ സഹോദരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കും ജോലിയില്ല. ഇനിയിപ്പോ എന്റെ കൂടെ അറിയാന്നുള്ള ഒരു വീടിന്റെ അടുത്തുള്ള പോയി തന്നെ പോലീസ് ടെസ്റ്റ് ജോലി ചെയ്തു. മറ്റേ മുട്ടിലെഴഞ്ഞ ഒരു സമയത്ത് മുട്ടിലെഴഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അവന്റെ ജോലി പോയി. അപ്പൊ അതേ കണക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും 20-22 വയസ്സായ പിള്ളേർ ഇപ്പൊ ഇവിടെ ഉണ്ടാ. എല്ലാവരും വിദേശത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കേരളത്തില് ഒരു വികസനവും ഇല്ല എന്നാണ് എന്റെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ത്രികോണ മത്സരമായിരിക്കും എന്നാണ് എന്റെ ചിന്ത. എല്ലാവരും ചിന്തയായിരിക്കും. നല്ലൊരു മത്സരമായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ കഴക്കൂട്ടം മണ്ഡലം? എങ്ങനെയുണ്ട്? വികസനമൊക്കെ ഉണ്ടോ? എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടാ. വോട്ട് ചെയ്യാൻ എന്തായാലും പോകും. അപ്പൊ ഇന്നയാള് ജയിക്കണം, നമ്മളല്ലേ വോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളല്ലേ തീരുമാനിക്കുന്ന ആര് ജയിക്കണം. അപ്പൊ ഇന്നയാള് ജയിക്കണം അല്ലെങ്കിൽ ഇന്നയാള് ഇനി വേണ്ട അങ്ങനെയൊന്നുമില്ല. വോട്ട് ചെയ്യും. ജയിച്ചാലും ഒരുപോലെയല്ലേ. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യൂലെന്നാണോ? അതോ അങ്ങനെയല്ല, ആര് ജയിച്ചാലും അവർക്ക് കൊള്ളാന്നാണോ? നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന ആള് ജയിക്കണം അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഒന്നും ആഗ്രഹമില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? കഴക്കൂട്ടത്തെ തിരഞ്ഞെടുപ്പ് വിശേഷമൊക്കെ തെരഞ്ഞെടുപ്പില് മുരളീധരൻ ജയിക്കണം. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കണം? എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ച അങ്ങേര് ഇപ്പം വികസന പ്രവർത്തനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആളായിട്ടാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ചെയ്യുമെങ്കിൽ അവര് നരേന്ദ്രമോദിക്ക് മാത്രമേ കേരളത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അവര് തമ്മിലൊരു അടുപ്പമുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടും കാര്യമില്ല. ഈ കടകംപള്ളിയൊക്കെ വെറുതെ നിർത്തിയിരിക്കുന്നത്. ഈ നമ്മളെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിദഗ്ധരാണ്. ശബരിമലയിൽ നിന്ന് പോയ 1 ഗ്രാം സ്വർണം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവരായി മാറിപ്പോയി. എന്തിനാണ് എവിടെയൊക്കെ രക്ഷിച്ച അതിനൊന്നും കൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. ശബരിമല വിഷയം സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കും. ഇനിയും ബാധിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത് കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ്. അതില് അവിടെ ഉള്ളവരെല്ലാം ഇറക്കി വിട്ടു. എങ്ങനെ ഇറക്കി വിട്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. 90 ദിവസം ഇത് കൊടുക്കാതിരുന്നിട്ട് ഇപ്പോ കോൺഗ്രസിനൊപ്പമാണ് ഒരു കാലത്ത് കഴക്കൂട്ടം നിന്നത്. അതിന് പിന്നാലെ LDF-നൊപ്പം നിന്നു. അപ്പൊ ഒരു BJP ഒരു
കഴക്കൂട്ട നിയോജക മണ്ഡലം മാറിയും തിരിഞ്ഞു നിൽക്കും. LDFന്റെ കൂടെ നിൽക്കും, കോൺഗ്രസ് UDFന്റെ കൂടെ നിൽക്കും. അത് ഞാൻ അങ്ങനെ മാറിയും തിരിഞ്ഞു. അതിനകത്ത് കൂടുതലും നിഷ്പക്ഷ വോട്ടാണുള്ളത്. നിഷ്പക്ഷമായ വോട്ടുകളാണ് കഴക്കൂട്ട നിയോജക മണ്ഡലത്തിൽ കൂടുതലും. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ആര് ജയിക്കും. പ്രവചിക്കാൻ പറ്റുന്നത് ഞാൻ ധൈര്യമായിട്ട് അറിയുന്നുണ്ട്. മുരളീധരൻ ജയിക്കും. അപ്പൊ പ്രവചനാതീതമാണ് കഴക്കൂട്ടം മണ്ഡലം അല്ലെ? ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? BJP തന്നെ ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം? വികസനം നടക്കുള്ളൂ, എല്ലാ കാര്യങ്ങളും നടക്കും. എങ്ങനെയുണ്ട് ഇവിടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട്? ഇവരായിട്ട് കിടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമില്ല, വെള്ളമില്ല, കറണ്ടില്ല. ഈ കുടിവെള്ള പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. കാരണം അത് നേരത്തെയും പ്രശ്നമില്ല. അപ്പൊ അത് പരാതിപ്പെട്ടില്ലേ? ആടെ പരാതി പറയും, നമ്മളാടെ പരാതി പറയും, നമ്മളാടെ പറയും. പറഞ്ഞാൽ ആരുടെ നോക്കാൻ വരും, അപ്പൊ ഇത് എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അപ്പൊ അതിന് ഒരു എല്ലാവരും കൂടി കൂട്ടത്തോടെ ഒരു പരാതി കൊടുക്കുക. വെള്ളം ഇല്ലാത്ത പ്രശ്നം. ഈ കുടിവെള്ള പ്രശ്നം എങ്ങനെയാണ് ശരിക്കും? പൈപ്പിലെ വെള്ളം പൈപ്പിൽ വെള്ളം നമുക്ക് മുകളിലോട്ട് കയറണ്ടേ? വെള്ളം സ്പീഡ് ഉണ്ടെങ്കിൽ അതിന്റെ 4 വാക്കിന് അവിടെ ഇവിടെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം കിട്ടൂല. ഒരാഴ്ച ഇവിടെ ചോട്ടുള്ള പണി ഒരാഴ്ച. കൊച്ചു കുട്ടികളെ കിടക്കും, വെള്ളം നോക്കും. ഒരു ചെറിയ വീട് അതിന്റെ മുകളിലാണ് ടാങ്ക് വെച്ചിരിക്കുന്നത്, അതിന് വെള്ളം കയറി. ഇപ്പൊ കഴക്കൂട്ടം മണ്ഡലം ഇപ്രാവശ്യം ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ഒരു BJP MLA ഉണ്ടാകും. വോട്ട് ചെയ്യാറില്ല? ശ്രദ്ധിക്കാറില്ല. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം ഭരണമാറ്റം ഉണ്ടാകും. ആർക്കും അറിയില്ല.